ഈ അമ്മ അവിടുന്ന് എന്നോട് പറയുന്നതാണ്, ആ കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞ് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാം അന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, മേഡം, ഞാൻ ഈ 7 മാസം ഇയാളുടെ കൂടെ ജീവിച്ചിട്ട് എന്നെ പൊന്നു പോലെ നോക്കുന്ന മനുഷ്യനെ ഞാൻ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഇവരുടെ കൂടെ പോകും? ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്കിളിനെ കാണാനായിട്ട് ഞാൻ ശവപ്പറമ്പിലാണ് പോയത്. അവിടുന്ന് ഇങ്ങനെ അടക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നെ ആ കുഴി തള്ളിയിടാൻ പോയത് എൻ്റെ അമ്മ. അറിയോ, 9 മാസമായി 11, ഞാൻ 31-ാം തീയതിയാണ് പ്രസവിക്കുന്നത്, ജൂലൈ 31-ന്. അങ്കിള് മരിക്കുന്നത് ജൂലൈ 11-ാം തീയതി. മോശപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് അമ്മയുടെ മക്കളുടെ. അപ്പം പുള്ളിക്കാരൻ എന്നെ ചെയ്തു, അതൊക്കെ മൊബൈലിൽ എങ്ങനെയോ പിടിച്ചെടുത്തു. അതറിഞ്ഞതോടെ ആ മൊബൈലും അവരങ്ങ് തല്ലി തകർത്തു. ഇന്നിപ്പം പുതിയ വീട് പണിതുകൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ആ പണിക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ മനുഷ്യന് പട്ടിക്ക് കൊടുക്കുന്ന പോലെ കഞ്ഞി ഇങ്ങനെ മേശയിലോട്ട് എറിഞ്ഞു കൊടുക്കുക. അതിലാകെ 4 വറ്റുണ്ടാകും അവിടുന്ന്. അതിൽ പകുതിയും മേശയിൽ വീണു പോകും അവിടുന്ന്. ഈ പണിക്കാർ തിന്നിട്ട് എണീറ്റ് അവർ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകിയ ആ മനുഷ്യൻ കുടിച്ചിട്ടുണ്ട്, പാത്രം എടുത്തുകൊണ്ട് പോകുകയോ ഇല്ല. ഈ കഞ്ഞി പട്ടിക്ക് കൊടുക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് എറിഞ്ഞു കൊടുക്കുന്ന പറയുന്നത്. അമ്മയും മോളൂടെ ചേർന്നിട്ട് എന്നെ ചെയ്തു, പുറത്ത് കിടന്ന കുറേ കുപ്പിച്ചില്ലുകൾ വാരിക്കൊണ്ട് വന്ന് റൂമിൽ കൊണ്ടുവന്ന് പൊടിച്ചങ്ങോട്ട് വെതറിട്ട് പറഞ്ഞു, നിങ്ങളങ്ങോട്ട് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല അവിടുന്ന്. സ്വന്തം അമ്മയും സഹോദരിമാരും വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയോ ഈശ്വരൻ്റെ കൃപ കൊണ്ട് നല്ലൊരു മനുഷ്യനെ കല്യാണം കഴിച്ച് ആശ സെറ്റിലായി. ആശയുടെ കഥ നിങ്ങൾ കേട്ടു. പക്ഷെ ആശയുടെ ദുഃഖം, അവരിൽ നിന്നും അതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങളേറ്റ് സ്വന്തം അച്ഛൻ ഒരു വീട് പോലും ഇല്ലാതെ, കിടപ്പാടമില്ലാതെ, ആഹാരമില്ലാതെ നടക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളതാണ് ആശയുടെ ആവശ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല. ദേവസ്യ അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 32-33 വർഷത്തോളമായി. 81 മെയ് 18-ാം തീയതി കല്യാണം കഴിച്ചതാ. അപ്പോഴൊക്കെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷവും കുഞ്ഞുങ്ങളായതിനു ശേഷവും ഒക്കെ ഭാര്യയായിട്ട് വളരെ സ്നേഹവും നല്ല രീതിയിലാണ് കുടുംബം നടന്നു പോയത്. നല്ല രീതിയിൽ തന്നെയാണ് പോയത്. അല്ലെ, അവരുടെ വീടും വീട്ടുകാരും ഒക്കെ എവിടാ? അവരുടെ വീട്ടുകാരെ എന്ന് പറയാനായിട്ട് എല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അവർക്കാർക്കും ഈ കല്യാണത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആലോചിച്ചുറപ്പിച്ച കല്യാണമല്ലേ? ഒന്നുമില്ലായിരുന്നു. ഈ ഗൾഫിൽ പോകുന്നതിന് മുൻപ് നാട്ടിലായിരുന്നു ജോലി? നാട്ടിൽ എനിക്ക് മേസ്തിരിപ്പണിയാണ്. എന്നിട്ട് ഗൾഫിൽ പോയിട്ട് ഈ സമ്പാദിച്ച പൈസയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ പേര് അയച്ചു കൊടുത്ത് എന്ത് ഈ വസ്തു വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചതിവ് പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല? അന്ന് ചിന്തിച്ചില്ല. അന്ന് അതേപോലെയുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ടെല്ലാം കൈവിട്ടു പോയി. നമ്മൾ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് മക്കളെയും ഭാര്യയെ സ്നേഹിച്ച് പോകുന്നൊരു ഭർത്താവാണ്. അതിൻ്റെ പേരിൽ വിശ്വാസം ആണല്ലോ വലുത്. അതേ രീതിയിൽ എന്നോടും കാണുമെന്നുള്ള രീതിയിൽ ഞാൻ കിട്ടിയതെല്ലാം അയച്ചു കൊടുത്തു പേരിൽ. എല്ലാവരുടെ പേരിലായി. എനിക്കിന്ന് പീഡിയത്തിൻ്റെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് ദിവസം എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഇത്രയധികം വെറുപ്പും ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാനുള്ള കാരണം എന്തായിരിക്കും? അത് ഞാൻ ഗൾഫ് ജീവിതം കഴിഞ്ഞ് ഞാൻ തിരിച്ച നാട്ടിൽ വന്നതോട് കൂടിയിട്ട് അന്ന് പോലെ ചെറിയ ഇത് തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇഷ്ടം പോലെ കാശ് വരും. അപ്പം വീട്ടിൽ വേറെ ആരുമില്ല, എൻ്റെ മക്കളെല്ലാം കുഞ്ഞാണ് ഞാൻ പോകുമ്പോൾ. ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ സർക്കിട്ട് നടന്ന് കാശ് വരാൻ തുടങ്ങിയപ്പോൾ പുറത്ത് സർക്കിട്ട് കാശും കൊണ്ട് ദൂരത്തടിച്ച് സർക്കിട്ട് തുടങ്ങി. അങ്ങനെ നടന്ന് പിന്നെ ആൾക്കാരായി ശിങ്കിടികൾ കൂടാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ അങ്ങനെ അങ്ങ് സുഖിച്ച് പഠിച്ചു പോയി. ഞാൻ 4.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ ലീവിന് വരുമ്പോൾ തന്നെ ചെറിയ ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ അവിടുന്ന് ആദ്യം താമസിച്ച സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് ഇവർക്ക് ഞങ്ങൾക്ക് അവളുടെ ഒരു വെല്ലുമ്മയുണ്ട്, രണ്ടാനമ്മയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അപ്പൻ 2ാമത് കെട്ടിയത്. ആദ്യത്തെ ഭാര്യ അപ്പൻ തന്നെ ഉപേക്ഷിച്ചതാണ്. അവരുടെ സ്വഭാവം മോശമായിട്ട്. എന്നിട്ട് അതിൽ ഒരനീതി ഈ തള്ളയുണ്ട്. അവിടെ കൊണ്ടുപോയി ഞാൻ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഷെഡും വെച്ച് കെട്ടി അതിലാക്കിയിട്ട് ഞാൻ 2ാമത് ലീവിന് 6 മാസത്തെ ലീവിന് വന്നിട്ട് 4 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ പോയി അവിടെ ചെന്നു. അവിടുന്ന്
കാശ് അയച്ചു കൊടുത്ത്. പക്ഷേ ഈ ഇതൊന്നും ഞാൻ നാട്ടുകാരെല്ലാം ഇത്രയും മോശമായിട്ട് പറയുന്നു, കുഴപ്പമാണെന്ന് തോന്നിയത് കൊണ്ടാണോ അങ്ങനെ മാറ്റി താമസിപ്പിച്ച ഇവരെ ഒറ്റയ്ക്ക്. പിന്നെ അവിടെ ഇവരെ ഒറ്റപ്പെട്ടിട്ട് അവിടെ ആരുമില്ല. ഇതാകുമ്പോൾ രണ്ടാനമ്മയും അനിയത്തി അന്ന് അവളും ചെറുതാ. അവിടെ കൊണ്ട് ആക്കിയിട്ട് പോയാൽ ഒരു നോട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തള്ളയെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ആക്കി വെച്ച് ഞാൻ രണ്ടാമത് ഗൾഫിലേക്ക് പോകുന്നത്, സൗദിയിലേക്ക് പോകുന്നത്. പോയി അവിടെ ചെന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം 50,000 രൂപയ്ക്ക് അന്ന് വാങ്ങുന്നത്. അത് വാങ്ങി, അത് പൈസ അയച്ചു കൊടുത്തു, വാങ്ങി അത് ഇവളുടെ പേരിൽ രജിസ്റ്ററാക്കി. അത് കഴിഞ്ഞ് ആ ലീവിന് ഞാൻ വന്ന് കഴിഞ്ഞപ്പം അതിലൊരു ചെറിയ വീടും ഒക്കെ ആക്കിയിട്ട് കക്കൂസും എല്ലാം പണിത് അങ്ങനെ പിന്നെയും ഞാൻ പോയി കഴിഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ പോക്ക് പോയിട്ട് ഞാൻ ബാക്കി അവിടെ അതിൻ്റെ ബാക്കി ഒരു 80 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതും ഞാൻ വാങ്ങി. അതും ഇവളുടെ കൈക്കിലാക്കി. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം കൈ വിട്ടുപോയി. ദേവസി ഗൾഫിലുള്ളപ്പോഴും കഷ്ടപ്പാടാണെന്നാണല്ലോ മോള് പറഞ്ഞത്. അവർ 10ന് ശേഷം പഠിച്ചിട്ടില്ല. അതെന്താ കാര്യം? അതാ എനിക്കും അറിയാൻ മേലാത്തത്. അന്വേഷിച്ചില്ലേ? എന്തോ അന്വേഷിച്ചില്ലേ? അപ്പം കുട്ടി പഠിക്കുന്നില്ലാഞ്ഞിട്ടാണോ അതേ കുട്ടിയെ വിടാഞ്ഞിട്ടാണോ എന്താണോ? SLC പാസ്സായി കഴിയുമ്പോൾ ഞാൻ അവിടെയുള്ളത്. എൻ്റെ അടുത്ത് ഫോട്ടോയൊക്കെ അയച്ചു തന്നു. ഞാൻ SLC പാസ്സായി, ഞാൻ നേഴ്സിംഗ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഇവള് നേഴ്സിംഗ് പഠിക്കാൻ പോകുമായിരുന്നു നേരെ. ആശയ്ക്ക് നേഴ്സിംഗിന് പഠിക്കണം എന്ന് വിചാരിച്ച് പഠിത്തം നിർത്തിയതാണ്? അങ്ങനെ കോഴ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്നാമത് വീട്ടിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് അച്ചാച്ചൻ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിലും 6-7 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് 5,000-6,000 രൂപ വെച്ച്. അന്ന് അച്ചാച്ചനും അവിടെ ബുദ്ധിമുട്ടായിരുന്നു. ഏതോ അറബിയുടെ കീഴിലുള്ള ജോലി ആയിരുന്നത് കൊണ്ട് പൈസ പുള്ളിക്കാരനും ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ ചെലവുകളൊക്കെ തീർന്നതിന് ശേഷമാണ് ഈ 6,000-7,000 ഇങ്ങോട്ട് നാട്ടിലോട്ട് അയക്കുന്നത്. അന്നേരത്തേക്ക് ഇവിടെ അതും ഇതും ചെലവുകൾ കൊണ്ട് തന്നെ ഒത്തിരി പൈസ ഞങ്ങൾക്ക് ഉണ്ടാകും അവിടുന്ന്. പിന്നെ അമ്മയും പറഞ്ഞ് ഇതാകുമ്പോൾ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുമല്ലോ. ദിവസം പണി ഉണ്ടാവില്ല മേഡം. നമുക്ക് ശമ്പളമല്ല. ഒരു ബിൽഡിങ് അറബി എടുത്തിട്ട് അറബിയുടെ കസ്റ്റഡിയില്ല. പുറത്ത് പോയി ഒരു വണ്ടി കഴുകാൻ പോലും സമ്മതിക്കില്ല. അയാൾ പുറത്ത് കൊടുക്കില്ല. അങ്ങനെ നമ്മൾ പണിയെടുക്കുക. അതിൽ നിന്ന് ചിലവിൻ്റെ കഴിയണം, നമ്മുടെ ചിലവിൻ്റെ കഴിയണം. ബാക്കി റൂമിൻ്റെ അതും ഇതും എല്ലാം പോയി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നക്കാപ്പിച്ച അത് കിട്ടുന്ന ഇവിടുന്ന് 100 കൂട്ടം കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് കത്ത് വരും. അന്നേരം ആ കിട്ടുന്ന അതേപോലെ അതും കൂട്ടുകാരോട് കടവും മേടിച്ചിട്ട് അയച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ അടുത്ത ഇതുപോലെ കിട്ടുമ്പോൾ അത് 2-3 മാസം കൂടുമ്പോഴാണ് കിട്ടും. ഒരു വീടിൻ്റെ പണി തീർന്ന ഒരു 2 നില കെട്ടിടത്തിൻ്റെ കംപ്ലീറ്റ് പണി തീർന്നു കഴിഞ്ഞാൽ അളന്നിട്ട് എത്രയാണെന്ന പൈസ തരുള്ളൂ. അത് ഞങ്ങൾ 3 ആളായിരിക്കും. അത് വീതിച്ചിട്ട് ഞങ്ങൾ എടുക്കലാണ്. അങ്ങനെ കിട്ടുന്നതുള്ളൂ. അല്ല കൃത്യമായ ഒരു ശമ്പളമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ 2-3 മാസമൊക്കെ പണിയില്ലായിരിക്കും. അന്നേരവും നമ്മൾ നമ്മുടെ ചിലവ് കഴിയണം, ഇവിടുത്തെ കാര്യവും നോക്കണം. അങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പാടില്ലായിരുന്നു. ഏതായാലും ഈ വസ്തു മേടിച്ച് നിങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ്? വസ്തു മേടിച്ച എൻ്റെ പണം കൊണ്ട് തന്നെ. അതെ. ശരി. അതെന്താ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത്? ഞാനങ്ങനല്ല നിൽക്കുന്നത്. ഞാൻ അന്നത്തെ ആ സ്നേഹവും ഇത് ചതിക്കില്ല എന്നുള്ളൊരു ഇത് എൻ്റെ പേരിലാണേലും ഭാര്യയുടെ പേരിലാണേലും രണ്ടും ഒന്നല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു പോയതാ. ഈ വിസയ്ക്കും ഗൾഫിൽ യാത്ര ചെയ്യാനും വേണ്ടിയിട്ട് ഭാര്യയുടെ എന്തെങ്കിലും സ്വത്തുക്കളോ കാര്യങ്ങളോ വിൽക്കാനോ പണയം വെക്കാനോ ഒക്കെ സഹായിച്ചിട്ടുണ്ടോ അവര്? ഭാര്യയുടെ പേരിലൊരു 20 സെൻറ്റ് സ്ഥലം, അത് ഭാര്യയുടെ കാർന്നൊരു അപ്പൻ തന്നെ പൈസയ്ക്ക് വാങ്ങിയതാ. 10,000 രൂപ എനിക്ക് ആകെ സ്ത്രീധനം തന്നേക്കുന്നത്. അത് എൻ്റെ മക്കളുണ്ടായി കഴിഞ്ഞാൽ അത് കിട്ടിയത്. അത് എൻ്റെയും ഭാര്യയുടെയും പേരിലായിരുന്നു. ഈ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ ഇതുപോലെ കൊണ്ടുപോയിട്ട് തളിപ്പറമ്പ് ബാങ്കിൽ കൊണ്ട് കാണിച്ചിട്ട് അവിടുന്ന് ഞാനൊരു 15,000 രൂപ എടുത്തായിരുന്നു. 15,000 രൂപ എടുത്ത് അത് ഞാൻ വീട്ടിൽ കഴിഞ്ഞ് ഞാൻ വരുമ്പം തള്ളയ്ക്ക് വലിയൊരു 3.5 പവൻ്റെ മാല, മൂത്ത മോക്കൊരു ചെയിന്, ഇതെല്ലാം വാങ്ങി. പിന്നെ ടേപ്പ് റിക്കാർഡ് അന്നത്തെ ഇതാണ്. അതും ക്യാമറ അതും ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് 15,000 രൂപയായിട്ടാണ് ഞാൻ ഫസ്റ്റിലെ ഇവിടെ വരുന്നത്. എല്ലാം വീട്ടിലിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടേപ്പും ക്യാമറയൊക്കെ വിറ്റിട്ടാണ് ഞാൻ തിരിച്ച് രണ്ടാമത് പോകുന്നത്. 4 മാസം 6 മാസത്തെ ലീവിന് വന്നിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയി. പോയിട്ട് ആ പോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത് ഞാൻ ഈ ബാക്കി സ്ഥലം മേടിക്കുന്നത്. ഈ പൈസ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ ബാങ്കില് മറ്റേ അൽരാജ് ബാങ്കിന്റെ അതിന് തെളിവുകളൊക്കെ ഉണ്ടല്ലോ ഇതില് അതില് അയച്ചു കൊടുക്കുകയാണ്. അവിടെ ബാങ്കിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് അവിടുന്ന് ഡ്രാഫ്റ്റ് എടുക്കും. എന്നിട്ട് അത് കത്തിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് അയക്കുകയാണ്. അല്ല അപ്പൊ അതിന്റെ രേഖകളൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് അല്ല അയച്ചതിന്റെ ആ ഇതില്ല റെസീറ്റ് ഇല്ല, കുറെ വീട്ടിലിരിപ്പുണ്ട്, കുറെ ഉണ്ട്. ഇപ്രാവശ്യം തിരിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞ് സാധാരണ പല ഗൾഫുകാർക്കും ഉണ്ടാവുന്നതാണ്. അവിടെ നിന്ന് വളരെ ആഡംബരമായിട്ട് ജീവിച്ചവരും ജോലിയില്ലാതെ വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പം എല്ലാവർക്കും ഒരു അസ്വസ്ഥത. അവിടെയാണെന്ന് പറയുമ്പോൾ ഭർത്താവ് ഗൾഫിലാണെന്ന് പറയാം, ഇഷ്ടംപോലെ സാധനങ്ങളും
അങ്ങനെയുള്ള ഒരു ലാവിഷായിട്ടുള്ള ജീവിതവും. ഒന്നാമത്തെ പ്രശ്നം അത് തന്നെയാണ്. ഈ 2 പെൺമക്കളില് എന്ത് പറ്റി അവർക്ക് ഒരു ന്യായം അറിയാൻ പറ്റാത്തത്? അവർക്ക് ന്യായം അറിയാൻ പറ്റാത്തത് നേരത്തെയൊക്കെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. എന്നെ കണ്ടില്ലേൽ മൂത്ത മോളൊക്കെ ഭയങ്കര വിഷമവും, ഞാൻ ബസ്സിലെ പോയിട്ട് അവൾക്ക് ചങ്കു പൊട്ടി പോകുന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞവളാണ്. അവളെൻ്റെ കർണത്തടിച്ചത്. എന്ത് പറ്റി? അതെന്താ അങ്ങനെ? ഇപ്പം മക്കള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരായി രണ്ടാമത്തെ മോക്കൊന്നുമില്ല. അവൻ ഒരു പാവമാണ്. അവനും മറ്റേ മൂത്ത മോളുടെ ഭർത്താവ് അവൻ ബഹ്റൈനില്ല. അവർക്ക് പൈസയായിപ്പോയി. ഇപ്പോൾ 27 ലക്ഷം രൂപയ്ക്ക് അവർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റു. എന്നിട്ട് ഇവിടെ വലിയ ബംഗ്ലാവ് പണിയുന്നുണ്ട്. വീട്ടിൽ വലിയ 2 ലക്ഷമൊക്കെ പണിതും. അതിൻ്റെ കംപ്ലീറ്റ് പണി രാത്രിയും പകലുമായിട്ട് ഞാൻ തന്നെ എനിക്ക് മേസ്തിരി പണിയാണല്ലോ. ഇതുപോലെ തറ കെട്ടി, അതുപോലെ ഭിത്തി മാത്രം കൂലിക്ക് കെട്ടിച്ചു. വെട്ടുകല്ലെടുത്ത് കെട്ടാൻ എന്നെ കൊണ്ട് പ്രായത്തിൻ്റെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ട് അത് കൂലിക്ക് ആളെ കൂട്ടി കെട്ടിച്ചു. ബാക്കി പണികളെല്ലാം അങ്ങനെ ചില്ലറ വാർക്ക പണികളെല്ലാം എനിക്കറിയാവുന്നതാണ്. അതെല്ലാം ഞാൻ തന്നെത്താനെ ഒരു ചട്ടി സിമെൻറ്റ് കൂട്ടി കൊണ്ട് തരികയല്ല. തള്ളയും മക്കളും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ അന്നേരം ജോലി അടിക്കാൻ സർക്കിട്ടിന് പോകും. എന്തിനാ നിങ്ങളുടെ കർണത്തടിച്ചത് നിങ്ങളുടെ മകള്? കർണത്തടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പ്രശ്നം. അത് ഒരു ദിവസം ബസ്സിലത്തെ വാർക്കയുടെ എന്ന് ആദ്യം ഷെയ്ഡ് വാർക്കുന്ന താഴേന്ന് ഷെയ്ഡ് വാർക്കും ഒരു കട്ടള നിരപ്പായി കഴിയുമ്പോൾ ആ വാർക്കുന്നന്ന് അതൊക്കെ പുറത്ത് പറയാൻ നാണം കെട്ട ഒരിതാണ്. പറയാതെ ഇരിക്കാൻ നിവൃത്തില്ലാത്തതുകൊണ്ടാണ്. ആ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുടിക്കാൻ മേടിച്ച കാര്യം പറഞ്ഞ് 1000 രൂപ എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ജനുവരി പണി തുടങ്ങിയത്. അന്ന് മുതലേ ഞാൻ ഈ വീട്ടിൽ നിന്നിങ്ങനെ പണിയുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പണിക്ക് പോകാത്തതുകൊണ്ട്. എനിക്ക് അത്യാവശ്യം ഞാൻ പുക വലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിന് പോലും പൈസ ഇല്ല. ഞാൻ എന്നിട്ട് പുറത്തുനിന്ന് ഇവരോടൊക്കെ കൂട്ടുകാരോടും കടയിൽ നിന്നൊക്കെ കടം മേടിക്കും. അതെവിടെയെങ്കിലും ഈ ലീവുള്ള ദിവസം വീട്ടിൽ പണിയില്ലാത്തപ്പോൾ ഒരു ദിവസം പുറത്ത് പോയിട്ട് കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാലും ഞാൻ വീട്ടിൽ നിന്നൊന്നും ചോദിക്കില്ല. എന്നിട്ട് എൻ്റെ കയ്യിൽ അന്ന് 100 രൂപ കാശുണ്ട് കയ്യിൽ. ബാക്കി ഞാൻ ഈ പണിക്ക് പോയി കിട്ടിയതിൻ്റെ 1000 രൂപ. എന്നിട്ട് എന്നോട് ഇത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പണിക്കാർക്ക് കൊടുക്കാൻ വാർക്ക് കഴിയുമ്പോൾ ഞാൻ പോയി മേടിച്ച് അവിടെ ചെന്നപ്പം 1200 രൂപയായി. അപ്പോൾ ഇതിന് അന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞ് പണിക്കാർക്കെല്ലാം കൊടുത്തു. പണിക്കാർ പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇപ്പം അങ്ങോട്ട് ഗൾഫിലേക്ക് കെട്ടിയവന് വിളിച്ചു, ഈ മൂത്ത മോളുടെ ഭർത്താവിന് വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വലിയ ആഡംബരമായിട്ട് പണിക്കാർക്കൊക്കെ സൽക്കരിച്ചു, അങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എത്ര രൂപയുടെ സാധനം മേടിച്ചെന്ന് ചോദിച്ചാൽ 1000 രൂപ എന്ന് പറഞ്ഞു. 1000 രൂപ എന്ന് പറയുമ്പോൾ ചെറിയ ഇതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മോളെ 1000 അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു, 1200 രൂപയായെന്ന് പറ. അച്ചാച്ചൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ആ 100 രൂപ നാളെ എനിക്കിങ്ങോട്ട് തരണം കേട്ടോ, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ തള്ളി ഓടി വന്ന് ഇപ്പോൾ ഈ ആനക്കാര്യം പറയുന്നിടത്താണോ എന്ന് ചോദിച്ചുകൊണ്ട് തെറിയും പറഞ്ഞിട്ട് നാക്കെടുത്താൽ തെറി തന്നെ പറയുള്ളൂ തള്ള. എൻ്റെ ഭാര്യ തന്നെ ഓടി വന്ന് കഴിഞ്ഞ് എൻ്റെ തലക്കെട്ട് ഒരു ഒറ്റ തട്ടി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ ഏറ്റിട്ട് ഒരടി കൊടുത്തു എന്നുള്ള സത്യമാണ്. അടി കൊടുത്ത് മോള് അകത്ത് ചോറ് വിളമ്പിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ ചോറും കൊണ്ട് ഇങ്ങ് വന്നിട്ട് ആ ചോറൊറ്റ മുഖത്തോട്ടൊരൊറ്റ ഏറ് വന്നിട്ട് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് അതിന് 2 അടി കാരണത്ത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനത് സഹിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തള്ള ഇതുപോലെ പെട്ടെന്ന് ഈ ചോറെല്ലാം കൂടി നിലത്ത് വീണില്ലേ, നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും തട്ടിയിട്ട് തെറ്റി വീണു ഈ ചോറിൻ്റെ അകത്ത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇതുപോലെ ഷീറ്റ് വീട്ടിൻ്റെ അകത്ത് വിരിച്ചേക്കുന്നതാണ്, അതേ വീണിട്ട് തെറ്റി വീണ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഏറ്റിട്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കസേര ഇത് കൂട്ട് പ്ലാസ്റ്റിക് കസേര ഉണ്ട്, അതെടുത്തിട്ടുണ്ട് തലക്കിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ആ കസേര പൊട്ടിച്ചെതറിപ്പോയി. അമ്മയും ആശയും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. ഇത് എപ്പോൾ എടുത്ത ഫോട്ടോ? അത് കല്യാണം കഴിഞ്ഞ് 2 മാസം ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ്. സ്നേഹത്തോടെ നിൽക്കുന്നത്. ആ, സ്നേഹത്തോടെ. അന്ന് കണ്ണൂർ കോട്ടയിൽ അമ്മേനെ കൂട്ടിട്ട് ഞങ്ങൾ പോയി ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ എന്ന്. നിങ്ങളുടെ സ്നേഹമുള്ള അമ്മയാണത്? ആ, സ്നേഹമുള്ള അമ്മ തന്നെയായിരുന്നു. ആയിരുന്നു. ഈ 2 ചേച്ചിമാരുടെയും വിവാഹം കഴിയുന്നതോളം വരെ നല്ല സ്നേഹമുള്ള കുടുംബമായിരുന്നു. അമ്മയും സ്നേഹമുള്ളവള് തന്നെയായിരുന്നു. നിങ്ങൾ അന്യജാതിക്കാരനെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ നമുക്ക് ഇഷ്ടമില്ലാതായത്? അതും ഒരു കാരണം തന്നെയാണ്. അവിടുന്ന് അത് അവർക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. കാരണം എന്നെ അങ്ങനെ വളർത്തിയതാ. ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത്, നാട്ടുകാർക്കും എല്ലാവർക്കും എന്നെ വലിയ ഇതായിരുന്നു. അപ്പം പുള്ളിക്കാരി നല്ലൊരു രീതിയിൽ കെട്ടിച്ചു കൊണ്ടുവന്ന് പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുതിർന്നില്ലല്ലോ. അതും പുള്ളിക്കാരിയുടെ മനസ്സിലൊരു ഷോക്ക് ആയിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തെറ്റിയതാ. ഈ കുട്ടി ഒരു അന്യജാതിപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ആക്ഷേപം വല്ലതും ഉണ്ടായി? എനിക്കൊരാക്ഷേപം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നമ്മൾ എതിരെ നിൽക്കരുത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹമാണ് വലുത്. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ച് ബലമായിട്ട് അതിൽ നിന്ന് തിരിപ്പിച്ച് വേറൊരു വഴിക്ക് കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം അതോടെ തകരും. അങ്ങനെ നമുക്ക് 100 അനുഭവങ്ങളുണ്ട്. ഒന്നല്ലേ ആത്മഹത്യ ചെയ്യുക,
അല്ലെ ഇതുപോലെ വേറെ എന്തെങ്കിലും മാനസികമായിട്ട് ഇതായി പോകും, അങ്ങനെയൊക്കെ പല ഇതുണ്ട്. അവരുടെ ഇഷ്ടമാണ് നമുക്കിത് വലുത്. അങ്ങനെ ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ അതിനൊന്നും സമ്മതിക്കില്ല ഇവർ. സമ്മതിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇടക്കാലം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ ഇവരുടെ അടിമയായി പോയി. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആശ പരാതിപ്പെട്ടിരിക്കുന്ന അറിയാമല്ലോ ദിവസയ്ക്ക്. നിങ്ങൾക്ക് ഒരു കയറിക്കിടക്കാടം, നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ച ആ വസ്തു, അതിനകത്തൊരു 10 സെന്റും ഒരു ചെറിയ വീടും നിങ്ങൾ വെച്ചത് തന്നെ ഉണ്ട് അവിടെ. ഇപ്പോൾ അതെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. അതല്ലേ ആശയുടെ തീർച്ചയായിട്ടും അല്ലേ? അതെ. ആശയ്ക്ക് എന്തെങ്കിലും കിട്ടണമെന്നുള്ള നിർബന്ധം അല്ല ആശ പറയുന്നത്. വൈഫിന്റെ പേരെന്താ പറഞ്ഞേ? കുഞ്ഞുമോള്. കുഞ്ഞുമോള്. അവരെ ഫോണിൽ കിട്ടുമെന്ന് നോക്കാം. ഹലോ, കുഞ്ഞുമോളാണോ? കുഞ്ഞുമോളെ, ഞാനേ ജീവിതം സാക്ഷി എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാ വിളിക്കുന്നതേ. ഉർവശിയാണ്. ഇവിടെ ആശയും ദേവസ്യയും വന്നിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് അവര്. ഓ, വേറൊന്നും അല്ല ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പ്രോഗ്രാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിപ്പോ അരമണിക്കൂർ കഴിയുമ്പോ ഇവര് പോവും ഇവിടുന്നേ. ഹലോ ഹലോ, കേക്കത്തില്ല. ഇത് ചാർജില്ല ഇപ്പൊ കട്ടാകുന്നത്. കേക്കത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ബത്തേലും വന്നത്. അല്ല, ഇവരുടെ ആശയുടെ ആവശ്യം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ദേവസ്യക്ക് താമസിക്കാനും പ്രശ്നം ഇവിടെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ പറഞ്ഞ് അവർ അംഗീകരിക്കാത്തതാ. ഹലോ, അംഗീകരിക്കാതെ അവര് പോയത്. അവര് പറഞ്ഞതാ വീട്ടിലോട്ട് പോകുന്നത്. ഇപ്പൊ അവനെ ഇനി ഞാൻ പുറകെ പോയി വിളിച്ചോണ്ട് വന്ന് സ്വീകരിക്കാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. അതിന് ഇനിയിപ്പോ എന്ത് നിയമം നടപടി തന്നാലും ബാക്കിയാന്ന് നോക്കിക്കോളാം. ഇതിന്റെ കൂടുതൽ അറിയണമെങ്കിൽ ഒന്നില് വീട്ടിലെ പോവോ, അല്ലെ ഞാൻ വീട്ടിൽ വന്നിട്ട്. ഇപ്പൊ ഞാൻ ബത്തേലുള്ള ഒന്നും കേട്ടപ്പോ ഇത് കട്ടായോ? ഹലോ ഹലോ, കട്ടായോ? തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളോട് വീട്ടിലോട്ട് കൂടെ പൊക്കോളാൻ പറഞ്ഞോ? തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു ഞാൻ പറയുന്ന രീതിയിൽ അംഗീകരിക്കാതെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന SI പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോയി ജീവിക്കാൻ പറ്റുമോ മാഡം? പിന്നെ ഞാൻ ഈ നാളെ ഇതിൻ്റെ കൂടുതലാകൂലേ, ഇത് കൂടുതലാകൂലേ? അതുകൊണ്ട് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. SIയുടെ മുമ്പെന്ന് ഞാൻ പറഞ്ഞു അംഗീകരിക്കാൻ പറ്റില്ല. SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് വെറും നീചമായ രീതിയിലാണ് വർത്താനം പറഞ്ഞത്. ഇപ്പോഴും ആ സ്ത്രീ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം കൊണ്ട് മറ്റേ നാട്ടുകാരെ അസൂയ പറഞ്ഞു വരുന്നതാണെന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ഇപ്പോഴും അധ്വാനിക്കാൻ നല്ല ഇതുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇയാൾ ഇവരെ ആശ്രയിക്കുന്നത്? നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചത്. അല്ല, അപ്പൊ അവരുടെ അധ്വാനത്തിൽ അവരാണോ ചെലവിന് തരുന്നത് ദേവസ്യക്ക്? ഇപ്പോ ഞാൻ പണിക്ക് പോകും. ഈ വീടിന്റെ പണി തുടങ്ങിയ പിന്നെ ഞാൻ ഇതുപോലെ വീടിന്റെ പണി ഉള്ളപ്പം വീടിന്റെ പണി എടുത്തോണ്ട് നിൽക്കും. അല്ലാത്തപ്പം ഞാൻ പുറത്ത് പണിക്ക് പോകും. ഒഴിവുള്ള ദിവസം പുറത്ത് പണിക്ക് പോകും. ആ പണിക്ക് പോയി കഴിഞ്ഞാൽ കടയിൽ നിന്ന് പോകുമ്പം ശനിയാഴ്ച ദിവസം കടയിലെ പറ്റും തീർത്തേച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് പോവുക. ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഇതുപോലെ മക്കളൊക്കെ അവിടെ ഉള്ള ദിവസമാണെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് ഇളയ മോള് വേറെ താമസം. അപ്പോൾ അവള് വരുന്നുണ്ടെന്നൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ഇതുപോലെ എന്നോട് പറയും നല്ല എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണം, മക്കൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ച് അങ്ങനെ എല്ലാം കൊടുത്ത് നല്ല സുഖമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. അതുപോലെ കിട്ടുന്ന കാശിൻ്റെ ഇതുപോലെ ഞാൻ ഒരു 100-500 രൂപ എടുക്കും. എടുത്തേച്ച് ബാക്കിയുള്ള പൈസ കൊണ്ടു കൊടുക്കും. ആഴ്ചയിൽ പണി എടുത്തു കഴിഞ്ഞാൽ 700-750 രൂപ കൂലി കിട്ടും. 750 രൂപ കൂലി കിട്ടിയാൽ കടയിലെ പറ്റും തീർത്ത് ഞാനൊരു 100-500 രൂപ എടുക്കും ചിലവിന്. എടുത്ത് കഴിച്ചു ബാക്കി പൈസ ഉള്ളത് അതും കൊണ്ടേ കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഇരുന്നതാ. താങ്കൾക്ക് കുടുംബ വീടോ മറ്റു ബന്ധുക്കളോ അങ്ങനെ ആരും ഇല്ലേ? എനിക്കൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. കുടുംബ വീട് കുടുംബവകയായിട്ടൊന്നും ഇല്ല, ഒന്നുമില്ല. ഈ മൊബൈലിന്റെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, മൊബൈൽ ഫോണിൽ എന്തോ നിങ്ങൾക്ക് ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളത് ഷൂട്ട് ചെയ്ത് അങ്ങനെ വല്ലതും ഉണ്ടായോ? അവരുടെ വല്ല അവിഹിതമായ പെരുമാറ്റങ്ങള് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, മോൾ അങ്ങനെ പറഞ്ഞായിരുന്നു. അത് പിന്നെ അത് പിടിച്ചെടുത്തിട്ടില്ല. പക്ഷെ സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെ ഫോൺ വരുമ്പം ഫോണും എടുത്തോണ്ട് ഞാനും ഇവളും മാത്രം തന്നെ ഉള്ളൂ വീട്ടിൽ. അത് കഴിഞ്ഞാണ് ഇപ്പം മോള് വീട്ടിലേക്ക് താമസമാക്കിയത്. അപ്പോൾ അന്നേരം ഈ ഫോൺ വരുമ്പോൾ ഒക്കെ ഈ ഫോണും എടുത്തോണ്ട് പുറകിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയുന്നേക്കാം. ആരാ എന്താണെന്നുള്ളതൊന്നും എനിക്ക് തിരിയില്ല. പെട്ടെന്ന് ഇനി കഴിഞ്ഞപ്പോൾ കൊണ്ട് ഞങ്ങളുടെ മെയിൻ റോഡിൽ നിന്ന് ഇവിളെയും കയറ്റിയിട്ട് ഇവൻ വരുന്നു, കൊണ്ടുവിടാൻ വന്നതാണ്.
അങ്ങനെ ഇവർ പല സ്ഥലത്തും രാത്രിയും പകലും എല്ലാം പോക്കുണ്ട്. ഇവളെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഇതൊക്കെ ആയിട്ട് പോക്കുണ്ട്. അത് കഴിഞ്ഞ് ഇവനവിടെ താഴെ വേറെ വീട്ടിൽ പണി പിടിച്ചു കൊടുത്തു, ഇവളുടെ ഗൗരവത്തിൽ തന്നെ. ആ വീട്ടിൽ ഞാൻ പണിതുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, പശുവിനെ കറക്കുന്ന പാല് പകുതി പുറത്തോട്ടാണ് പോവുക. ഇവൾ തിരിഞ്ഞു നോക്കും, ഇപ്പം മുകളിൽ നിൽക്കും പണിതുകൊണ്ട് നിൽക്കുന്നത്, കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കലും. എന്തൊക്കെയാണ് വയസ്സ് ഇത്രയും പ്രായം. എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്നെ കയ്യിലും കാര്യം 10 വയസ്സിന് എളുപ്പമുണ്ട്. എനിക്ക് 63 വയസ്സുണ്ട്. 10 വയസ്സിന് ഇളയതാണ്. വായിലെ പല്ല് വെപ്പ, കാവൽ പട്ടി എന്നാണ് പറഞ്ഞത്. 3 ദിവസം എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, ഇനി നീ എന്നാ പറഞ്ഞത്, അത് നീ എന്നല്ല, വേറെ തന്ത കൂട്ടിയിട്ടൊരു ഭാഷയുണ്ട്. ഇവരെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ട് വീട്ടിൽ അപ്പനമ്മമാരുമായിട്ട് അടിയും കൂടി. മൂത്തവള് ഞങ്ങളുടെ വീട്ടിലും വന്നിരിക്കുന്നു, രണ്ടാമത്തോള് സ്വന്തം അമ്മായിയമ്മനെ ഇറക്കി വിട്ടേക്കുവാണ്. അതുങ്ങളും ഇതുപോലെ തണ്ടി നടക്കുക. അവർക്കും ഇപ്പം കിടപ്പാടം ഇല്ല. സ്വന്തം കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാലേ മുട്ട് ഞാൻ തല്ലി ഓടിക്കും, ഇറങ്ങി പൊക്കോളാം, ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞു. 3 ദിവസം ഞാൻ ഇറങ്ങി പോന്നിട്ട് ഞാൻ കയറി ചെന്നു. 3 ദിവസം ഞാൻ വെറും പട്ടിണിയാണ് മേഡം. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.